ലോകത്തിൽ 500 കോടിയിലധികം ആരാധകരുള്ള ഫുട്ബോൾ എന്ന മഹത്തായ കായിക വിനോദത്തെ ഇന്ന് നിയന്ത്രിക്കുന്ന കളിക്കാർ ആരൊക്കെയാണ്? യഥാർത്ഥത്തിൽ ഭൂരിപക്ഷം വരുന്ന ഫുട്ബോൾ ആരാധകർ ഫുട്ബോളിനെ സ്നേഹിക്കുന്നത് 5 പേരുടെ കളി മികവ് കൊണ്ടാണ്. ആരാണ് ഈ 5 പേർ? 5 പേരിൽ അവസാനം മുതൽ തുടങ്ങിയാൽ ആദ്യത്തേത് എർലിംഗ് ഹാലണ്ടാണ്. അദ്ദേഹം നോർവേക്കാരനാണ്. അസാമാന്യ ഷൂട്ടിംഗ് മികവുള്ള സ്ട്രൈക്കറാണ് അദ്ദേഹം. ഏത് കോണിൽ നിന്നും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ സ്കോർ ചെയ്യാനാകുമെന്നതാണ് അദ്ദേഹത്തിൻ്റെ മികവ്. 2006 ലോകകപ്പിൽ ഇതിനകം 4 ഗോളുകൾ അദ്ദേഹം അടിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് ഫ്രാൻസിൻ്റെ സൂപ്പർ താരം കിലിയൻ എംബാപ്പയാണ്. വേഗവും കരുത്തും ഫിനിഷിംഗ് മികവുമുള്ള ഈ സൂപ്പർ സ്ട്രൈക്കർ ലോകമാസകലം ആരാധകരുള്ള ഫുട്ബോൾ താരമാണ്. 2022 ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ എങ്ങനെ മറക്കാനാകും? ഇടിമിന്നൽ പോലെ വന്ന് ഗോളടിക്കുന്ന താരമാണ് അദ്ദേഹം. ഈ റിയൽ മാഡ്രിഡ് താരത്തിന് ഇപ്പോൾ 27 വയസ്സേ ഉള്ളൂ. കുറഞ്ഞത് 2 ലോകകപ്പുകൾ കൂടി അദ്ദേഹം കളിക്കും. 570 മത്സരങ്ങളിൽ നിന്ന് 425 ഗോളുകൾ നേടിയിട്ടുണ്ട്. ലോകകപ്പിൽ തന്നെ ഇതിനകം 16 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. മൂന്നാമത്തെ സൂപ്പർ താരം ബ്രസീലിൻ്റെ നെയ്മറാണ്. പരിക്കിൻ്റെ പിടിയിൽപ്പെട്ട് പ്രതിഭയ്ക്ക് അല്പം മങ്ങലേറ്റിട്ടുണ്ടെങ്കിലും അനേക ലക്ഷങ്ങളെ ഫുട്ബോളിലേക്ക് ആകർഷിക്കുന്ന സൂപ്പർ താരമാണ് നെയ്മർ. ഡ്രിബ്ലിങ്ങിലും പ്ലേ മേക്കിങ്ങിലും അതുല്യനാണ് അദ്ദേഹം. 34 വയസ്സുകാരനായ നെയ്മർ 477 ഗോളുകൾ നേടിയിട്ടുണ്ട്. ബ്രസീലിൻ്റെ എക്കാലത്തെയും മികച്ച ഗോൾ സ്കോററാണ്. 80 ഗോളുകൾ നേടി. പെലെയേക്കാൾ മുമ്പിലെത്തി. 22-ാം വയസ്സിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനെതിരെ ഒരു മത്സരത്തിൽ 4 ഗോളുകൾ നേടിയാണ് നെയ്മർ ഫുട്ബോൾ ആരാധകരുടെ ഹൃദയത്തിൽ ചേക്കേറിയത്. FC ബാഴ്സലോണയിലെ MSN ത്രയം മെസ്സി, സുവാരസ്, നെയ്മർ കോമ്പിനേഷൻ ലോകപ്രശസ്തമായിരുന്നു. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള താരമായിരുന്നു നെയ്മർ. ഇനി നാലാമത്തേത് ലോകത്തിൽ ഏറ്റവും അധികം ആരാധകരുള്ള സാക്ഷാൽ CR7 ക്രിസ്ത്യാനോ റൊണാൾഡോ. കൗമാരക്കാരുടെയും യുവജനങ്ങളുടെയും ഹരമായ ഈ പോർച്ചുഗൽ താരമാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന കളിക്കാരൻ. ഇൻ്റർനാഷണൽ ഗോൾസിൽ ഓൾ ടൈം മെൻസ് വേൾഡ് റെക്കോർഡ് ക്രിസ്ത്യാനോയുടെ പേരിലാണ്. 975 ഗോൾസ്. ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും അധികം ആരാധകരുള്ള ക്രിസ്ത്യാനോയെ ഫോളോ ചെയ്യുന്നത് 685 മില്യൺ ആളുകളാണ്. 2350 കോടി രൂപയാണ് ഒരു സീസണിൽ റൊണാൾഡോയുടെ പ്രതിഫലം. ഒരു സംശയവുമില്ല, അസാമാന്യ ഷൂട്ടിംഗ് മികവും കരുത്തുറ്റ നിലപാടുകളുമുള്ള മഹാപ്രതിഭയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. റൊണാൾഡോയുടെ സ്വാധീനം എത്ര ശക്തമാണെന്ന് കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. 2021 ജൂൺ 14 ഒരു പത്രസമ്മേളന വേദിയാണ് രംഗം. മുമ്പിൽ വച്ചിരുന്ന 2 കൊക്കോകോള കുപ്പികൾ പതുക്കെ മാറ്റിവെച്ച് സാദാ മിനറൽ വാട്ടർ കുപ്പിയിൽ റൊണാൾഡോ പിടിച്ചതേയുള്ളൂ. അന്ന് കൊക്കോകോളയുടെ നഷ്ടം $4 ബില്യൺ ആയിരുന്നു. അതാണ് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇനി 5-ാമൻ അല്ല 1-ാമൻ സാക്ഷാൽ ലയണൽ മെസ്സി, ഫുട്ബോളിൻ്റെ മിശിഹ, ദ കംപ്ലീറ്റ് പ്ലെയർ. ഫുട്ബോളിൻ്റെ സർവ്വ സ്കില്ലും സ്വന്തമാക്കിയ പകരക്കാരനില്ലാത്ത അമരക്കാരൻ. ഫുട്ബോൾ ദൈവം മാറഡോണയ്ക്കു മേലെ, അല്ല ഫുട്ബോൾ ചക്രവർത്തി പെലെയ്ക്കും മേലെ, ഫുട്ബോളിൻ്റെ എക്കാലത്തെയും വലിയ പ്രതിഭ. മെസ്സിക്ക് കഴിഞ്ഞ കാലത്തും ഈ വർത്തമാനകാലത്തും പകരക്കാരനില്ല എന്നതാണ് നിഷ്പക്ഷമായ സത്യസന്ധമായ യാഥാർത്ഥ്യം. 520 മില്യൺ ഫോളോവേഴ്സ് അദ്ദേഹത്തിന് ഇൻസ്റ്റഗ്രാമിലുണ്ട്. മൈതാന മധ്യത്തിൽ നിന്ന് പന്തുമായി മുന്നേറി മനോഹരമായ ഡ്രിബ്ലിങ്ങിലൂടെ, ടാക്ലിങ്ങിലൂടെ ഗോളി ഉൾപ്പെടെ 11 പേരെയും കബളിപ്പിച്ച് ഗോൾ നേടിയ ഒരേ ഒരു കളിക്കാരൻ, അതാണ് സാക്ഷാൽ ലയണൽ മെസ്സി. മെസ്സി ഒരു ഇതിഹാസമാണ്. അയാൾക്ക് പകരം വയ്ക്കാൻ ആളില്ല എന്നത് യാഥാർത്ഥ്യമാണ്. കോട്ട കെട്ടി കളിക്കാർ നിൽക്കുന്ന ഫ്രീ കിക്കിൽ അങ്ങ് എങ്ങനെയാണ് ഗോൾ നേടുന്നത് എന്ന ചോദ്യത്തിന് മെസ്സി പറഞ്ഞത്, എല്ലാം പെട്ടെന്ന് ഞാൻ ഗ്രഹിക്കും. ഗോളിയുടെ നിൽപ്പ്, കളിക്കാരുടെ ഇടയിലെ വിടവ്, അവർ ചാടിയാൽ എത്തുന്ന ഉയരം, പിന്നെ ഒരു മാന്ത്രിക സ്പർശമാണ്. ചിലപ്പോൾ അത് കളിക്കാരുടെ മുകളിലൂടെ മഴവില്ല് പോലെ വളഞ്ഞ് ഗോൾ വലയുടെ അങ്ങേയറ്റത്തെ മൂലയിൽ പതിക്കും. അല്ലെങ്കിൽ ഒരു ബുള്ളറ്റ് പോലെ ഗോളിക്ക് ചലിക്കാനാകും മുമ്പ് കളിക്കാരുടെ കാലിനിടയിലൂടെ ഗോൾ വലയിൽ അത് പതിക്കും. അതാണ് മെസ്സി. ഇനിയും അനേകം പേരുണ്ടെങ്കിലും ഈ 5 പേരാണ് ലോക ഫുട്ബോളിനെ നിയന്ത്രിക്കുന്നത്. Subscribe now and press the bell icon. Never miss an update.